അച്ഛേ, ഇപ്പത്തെ കാലത്തൊക്കെ പ്ലാസ്റ്റിക് കവറില്ല നമുക്ക് കൊടിത്തൈ വരുന്നേ. പണ്ട് കാലത്തൊക്കെ അച്ഛയൊക്കെ എങ്ങനെയാ കൊടിത്തല എടുത്തോണ്ടിരുന്നതെന്ന് കാണിക്കാവോ? അത് ഇങ്ങനെ നമ്മൾ മുറിക്കണം. മുട്ടേന് അതായത് കയറുതലയല്ല, മരത്തെ കയറുന്ന തലയല്ല, ഞാറുവാലി എന്ന് പറയും. ഇങ്ങനെ വേറുള്ള തല ഇങ്ങനെ 3 മുട്ടിന് അല്ലെ 4 മുട്ടിന് ഇങ്ങനെ മുറിക്കുക. അപ്പൊ ഇതേ കണ്ണുള്ളത് കാണും, കണ്ണില്ലാത്ത ഇതുകൊണ്ട് ഇതേല് അതിന് നമ്മൾ എന്നിട്ട് ആ മുറിക്കുന്ന തല തന്നെ അടുത്ത് മുട്ടില്ലാത്തതാണ് മുട്ടുള്ളിടം വെച്ച് കണ്ടിക്കണം. ഇങ്ങനെ കണ്ടിക്കണം. ഇങ്ങനെ കണ്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ വേരുള്ളിടത്ത് കണ്ടിക്കുക. ഇത് കണ്ടോ, ഈ വേരുള്ളിടത്ത് ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇതിപ്പോൾ ഈ ഒറ്റ തലേന്ന് 3 തലയുള്ളത്. ഇത് കണ്ടോ, ഇത് ഒറ്റത്തല. ഇനി അതിൻ്റെ തന്നെ എടുക്കുന്ന ഇത് ഇളം തലയാണ്. ഇത് കിളിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ മണ്ണിൽ വെക്കുന്നത് ഇങ്ങനെ 3 മുട്ടാണ്. 5 മുട്ടിന് മുറിച്ചാൽ ഇത് ഇങ്ങനെയാണ് മണ്ണിൽ വെക്കുന്നത്. വീണ്ടും നമ്മൾ അടുത്ത തല എടുക്കുക. അതിൽ ഇലയുള്ളതുകൊണ്ട് ആ 3 ഇല നുള്ളിക്കളഞ്ഞു. 3 ഇല നുള്ളിക്കഴിഞ്ഞ് 5-ാമത്തെ മുട്ടിന് നമ്മൾ മുട്ട് മുറിക്കുന്നതിന് നമുക്ക് അളവുണ്ടെന്ന് പറഞ്ഞാൽ താഴത്തെ മുട്ട നിൽക്കണം. ഇങ്ങനെ മുട്ട നിന്ന് ഈ ഇല കണ്ടിച്ച് കളയുക. അപ്പോൾ നമുക്കൊരു മരത്തിലിടാനുള്ള തല, ഈ ഇളം തലയുടെ മണ്ട ഞുള്ളിക്കളയുക. ഇപ്പം ഇത് ഒരു മരത്തിനുള്ള തലയായി. പിന്നെ ചോദ്യത്തിന് കവർ തൈ വെക്കുന്നെങ്കിൽ ഇങ്ങനെ വെക്കുക. കവർ തൈക്ക് ഇങ്ങനെ കണ്ടിക്കുക. 3 മുട്ട്, അതായത് ഈ ഒരു മുട്ടേ മണ്ണിൽ പോവുകയുള്ളൂ. ആ മുട്ടും ചേർത്ത് കണ്ടിക്കുക. ഇങ്ങനെ കണ്ടിക്കുക. അടുത്ത മുട്ടും അതുപോലെ തന്നെ കണ്ടിച്ചിട്ട് ഈ 2 ഇല നുള്ളിക്കളയുക. ഇത് എന്നിട്ട് മുറിച്ചിട്ട് ഈ ഒരില നിർത്തുക. ഇതും നിർത്തുക. ഇങ്ങനെ 2 അല്ല 3 തണ്ടാണ് കവർ തൈക്കകത്ത് ഇങ്ങനെ നമ്മൾ തിരിച്ചു കൂട്ടും.